നമസ്കാരം. ഫുട്ബോൾ പേറ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോപ്പ ഡെൽ റേയിലും EFL കപ്പിലും മാച്ചുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ഫിഫ ഇന്റർ കോണ്ടിനെന്റൽ കപ്പിൽ ഫ്ലമങ്കോയെ പെനൽറ്റി ഷൂട്ടൗട്ടിൽ 2-1 തോപ്പിച്ചുകൊണ്ട് PSG തങ്ങളുടെ അടുത്ത കിരീടം നേടിയിരിക്കുകയാണ്. PSG സെക്സ് സ്റ്റെപ്പിൽ നേടുന്ന 4ാമത്തെ ടീമായി മാറിയിരിക്കുകയാണ് ക്ലബ് ഫുട്ബോൾ ചരിത്രത്തിൽ. ആൻഡ് ഇന്നലത്തെ മാച്ചിൽ കവർസ്കേലിയുടെ ഗോളിൽ അവരുടെ ഗോൾ കീപ്പറിന് മിസ്റ്റേക്ക് തന്നെയായിരുന്നു. അത് ക്യാപിറ്റലൈസ് ചെയ്തുകൊണ്ട് 1-0 ലീഡാക്കിയതാണ്. പിന്നെ അത് മാർക്കിനോസ് കൺസീഡ് ചെയ്ത ഒരു പെനൽറ്റിയിലൂടെ ജോർജിനോ കൺവേർട്ട് ചെയ്ത് 1-1 ആക്കി. ആൻഡ് ഇന്നലെ ഫിലിപ്പെ ലൂയിസിൻ്റെ ഫ്ലമങ്കോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ PSG അഗേൻസ്റ്റ് പിടിച്ചിരുന്നു. PSG കുഴപ്പമില്ലാത്ത സ്ട്രോങ് ലൈനപ്പ് തന്നെയാണ് അവർ ഇറക്കിയതും. ഡെമ്പലെയും മറ്റുമൊക്കെ ഡോയൊക്കെ ബെഞ്ചിൽ നിന്ന് ഇറങ്ങിയെങ്കിലും അത്യാവശ്യം നല്ലപോലെ തന്നെ പിടിച്ചു നിന്നു. ആൻഡ് ഫൈനലി ഷൂട്ടൗട്ടിലോട്ട് കടക്കുമ്പോഴേക്കും സൊഫനോ എന്ന് പറയുന്ന അവരുടെ കീപ്പറിൻ്റെ ഹീറോയിക്സ് ആണ് ടീമിനെ രക്ഷിച്ചത്. അവരുടെ 4ഓളം പെനൽറ്റീസാണ് സൊഫനോവ് സേവ് ചെയ്തുകൊണ്ട് 2-1 ഒരു വിക്ടറി ഷൂട്ടൗട്ടിൽ നേടിക്കൊണ്ട് PSG പോകുന്നത്. ആൻഡ് ഗ്രേറ്റ് പെർഫോമൻസ് ആൻഡ് കൺഗ്രാലേഷൻസ് ടു PSG, അത്രയേ പറയാനുള്ളൂ. സോ അവിടെ നമ്മൾ ഇന്നലെ കോപ്പ ഡെൽ റേയിലോട്ട് പോകാനായിട്ടാണെങ്കിൽ മിനിഞ്ഞാന്ന് നടന്ന മത്സരത്തിൽ ബാർസലോണനെ ഗുലത്തരത്താച്ച പ്രൊണൗൺസിയേഷൻ എന്താണ്, അവർ അത്യാവശ്യം ഒന്ന് വെള്ളം കുടിപ്പിച്ചു. ലാസ്റ്റ് 79-ാം മിനിറ്റിലും 90-ാം മിനിറ്റിലും ക്രിസ്ത്യൻസനും റാഷ്ഫോർഡും നേടിയ ഗോളിലാണ് ബാർസലോണ രക്ഷപ്പെട്ടു പോകുന്നത്. ചാൻസുകളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ ഗോൾ കീപ്പറിന് അന്യായ പ്രകടനമൊക്കെ ആയിരുന്നു. പക്ഷേ 1-2 സിറ്റുവേഷൻസ് നമ്മളെ അവർ ഹേർട്ട് ചെയ്തു. പക്ഷേ ഓവറോൾ നമ്മൾ ഡോമിനേറ്റ് ചെയ്തു. അവസാനം വരെ ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിച്ചു. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഇന്നലത്തെ മാച്ച്. ഒരു ക്രേസി മാച്ചായിരുന്നു. തലവേര അടിയില്ല ക്രൂണ എന്താണോ തലവേര, ഇന്നലെ തലവേദന തന്നെയായിരുന്നു നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ റയൽ മാഡ്രിഡിന്. കാരണം നിങ്ങൾ ഇന്നലെ റയൽ മാഡ്രിഡ് ഇടയ്ക്ക് ലൈനപ്പ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് അത്യാവശ്യം ചേഞ്ചുകളൊക്കെ ആയിരുന്നല്ലേ. സോ നമ്മൾ നോക്കാനായിട്ടാണ് അക്കാഡമി പ്രോഡക്ട്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു. സെബായോസിനെയും അതുപോലെ തന്നെ എംബാപ്പെ എല്ലാം സ്റ്റാർട്ട് ചെയ്തു. കറേറാസ് ആയിരുന്നു വീണ്ടും മിഡ്ഫീൽഡിൽ സ്റ്റാർട്ട് ചെയ്തത്, സെൻറ്റർ ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തത് ഹൗസനോടൊപ്പം. സോ അത്യാവശ്യം ഫ്രാൻ ഗാർഷ്യ ലെഫ്റ്റ് ബാക്കായിട്ട് വന്നു. എൻട്രിക്കിന് സ്റ്റാർട്ട് കിട്ടി. ഗൂളറൊക്കെ ഇറങ്ങി. സോ കുഴപ്പമില്ലാത്തൊരു ലൈനപ്പ് തന്നെ ഇറക്കി. ഒക്കെ ഈസി ആയിട്ട് പോകുന്നുള്ളൊരു ഫീല്. പക്ഷെ നമുക്കറിയാം ഈ കോപ്പ ഡെൽ റേ ഇങ്ങനത്തെ അവേ ഫിക്സറുകളൊക്കെ പോയി കളിക്കാൻ ഒട്ടും ഈസിയല്ല. എസ്പെഷ്യലി ആ ഗ്രൗണ്ടിൻ്റെ കണ്ടീഷനൊക്കെ. ഇന്നലെ ബാർസ കളിച്ചാണെങ്കിലും ഇന്ന് റയൽ മാഡ്രിഡ് കളിച്ച മാച്ചുകളിലേക്കാണെങ്കിലും നിങ്ങൾ കാണുവാണെങ്കിൽ മനസ്സിലാവും. സോ ഇറ്റ്സ് നോട്ട് ഈസി ടു പ്ലേ ദെയർ. ഫാൻസ് തൊട്ടടുത്ത് ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഫാൻസ്, ചെറിയ കപ്പാസിറ്റി ആണെങ്കിലും ഭയങ്കര അടുത്താണ്. നിങ്ങൾക്ക് കാണാം ഓരോ സെലിബ്രേഷൻ അവർ ഗോൾ കീപ്പർ സേവ് ചെയ്യുമ്പോൾ നടത്തുന്നത്. സോ അവരുടെ ഗോൾ കീപ്പറിന് അന്യായ പ്രകടനമായിരുന്നു. പക്ഷേ ആ ഒരു മിസ്റ്റേക്ക് ലാസ്റ്റ് മൊമെൻറ്റ് വരുന്നു. സോ ഇന്നലത്തെ മാച്ചിൽ റയൽ മാഡ്രിഡ് അത്യാവശ്യം വെള്ളം കൊടുത്തു. സ്റ്റാറ്റിസ്റ്റിക്കലി നിങ്ങൾ നോക്കാനായിട്ടാണെങ്കിൽ അവർ 16ഓളം ഷോട്ട് എടുത്തു, 5 ഓൺ ടാർഗറ്റ് എടുത്തു, ഓൾമോസ്റ്റ് 1.6 സംതിങ് XG അവർ ക്രിയേറ്റ് ചെയ്തു. അപ്പുറത്തെ റയൽ അതിൽ കൂടുതൽ ചാൻസുകൾ എല്ലാം ക്രിയേറ്റ് ചെയ്തു. പക്ഷേ എന്നാലും ഇന്നലെ റയൽ മാഡ്രിഡ് ഒരു അല്പം വേസ്റ്റ്ഫുൾ ആയിരുന്നു. ഇന്നലെ റയൽ മാഡ്രിഡിൻ്റെ ടീമിലോട്ട് വരുമ്പോഴേക്കും ലക്കും ഉണ്ടായിരുന്നു. ലാസ്റ്റ് ലുനിൻ ഗെയിമിന് സേവ് ചെയ്യുന്നൊരു സിനാരിയോ ഉണ്ടായിരുന്നു ഈക്വലൈസർ ഗോളിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ. അതിനേക്കാളും മുമ്പ് ഇന്നലെ ഏറ്റവും ഇംപ്രസ് ചെയ്ത റയൽ മാഡ്രിഡ് പ്ലെയർ ആരാണെന്ന് ചോദിച്ചാൽ എംബാപ്പെ 2 ഗോൾ അടിച്ച് ഹി വാസ് ഗുഡ്. പക്ഷേ എൻട്രിക് വാസ് സോ ഗുഡ് ബ്രോ. എൻട്രിക്കിന് എന്തുകൊണ്ട് കൂടുതൽ മിനിറ്റ്സ് കൊടുക്കണം? ഓക്കെ, ഇതൊരു ലോവർ ഡിവിഷൻ സൈഡാണ്. പക്ഷേ എന്നാലും എന്തുകൊണ്ട് എൻട്രിക്കിന് കൂടുതൽ മിനിറ്റ്സ് കൊടുക്കണം എന്നുള്ളതിൻ്റെ ഒരു ഗ്ലിംസസ് ആണെന്നുള്ള കാണിച്ചു. ആളുടെ പാസിംഗ് റേഞ്ച് ഒക്കെ അടിപൊളിയായിരുന്നു. ആളൊരു ട്രഡീഷണൽ നമ്പർ 9 അല്ല. നമ്മളൊരു ഗബ്രിയൽ ജീസസ് ഒക്കെ കാണുന്ന പോലെ ഡ്രോപ്പ് ചെയ്ത് ലിങ്കപ്പ് ചെയ്യാനായിട്ട് അടിപൊളിയാണ്. ആൾ ഇന്നലെ ആളുടെ പാസിംഗ് റേഞ്ച് ഒക്കെ വേറെ ലെവലായിരുന്നു. സ്റ്റാർട്ട് ചെയ്യണമെന്നല്ല, ബട്ട് ഹി ഡിസേർവ് സം മിനിറ്റ്സ് എന്നുള്ളൊരു പെർഫോമൻസ് തന്നെയായിരുന്നു ഇന്നലെ. സോ നമ്മൾ ഇന്നലെ മാച്ചിൻ്റെ സ്റ്റാർട്ടിൽ തന്നെ നോക്കാനായിട്ടാണ് എൻട്രിക്കിൻ്റെ ഒരു പാസിംഗ് റേഞ്ച് കാണാം. എൻട്രിക്ക് വൈഡിലൂടെ മൂവ്മെൻറ്റ് നടത്തിയിട്ട് ഒരു സൂപ്പർ ബോള് എംബാപ്പയ്ക്ക് കൊടുക്കുവാണ്. ആൻഡ് അവിടുന്ന് എംബാപ്പയുടെ ഷോട്ട് അവിടെ ഗോൾ കീപ്പർ സേവ് ചെയ്യാണ് കയറി വന്നത്. സോ അവിടെ എൻട്രിക്ക് ഫസ്റ്റ് ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിനാരിയോ നമ്മൾ കണ്ടു. പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ലുനിന് ചെറിയൊരു സേവ് നടത്തേണ്ട ഒരു സിനാരിയോ എന്നൊരു ക്രോസ് ബോക്സിലോട്ട് വരുമ്പോൾ അവരുടെ ഒരു ഡൈവിംഗ് ഹെഡർ ലുനിൻ്റെ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു സേവ് തന്നെയായിരുന്നു അത്. പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണ് ഗെയിം മുന്നിലോട്ട് പോകുമ്പോഴേക്കും ഒരു നല്ല ചാൻസ് റയൽ മാഡ്രിഡിന് കിട്ടുന്ന ഒരു സിനാരിയോ വരുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് കാണാം എൻട്രിക്ക് ഒരു ഫ്രീ കിക്ക് വിൻ ചെയ്യാണ്. എൻട്രിക്കിനെ ഫൗൾ ചെയ്യുന്നൊരു സിനാരിയോ. ആൻഡ് ഗൂളർ എടുക്കുന്ന ഫ്രീ കിക്ക് അവരുടെ ഗോൾ കീപ്പർ ഒരു 1.5 സേവ് നടത്തുകയാണ്. അവിടെ 1-0 ലീഡ് എടുക്കാനായിട്ട് നല്ലൊരു അവസരമായിരുന്നു. ഇതിനിടയ്ക്ക് ഹൗസൻ്റെ ഒരു ബോൾ ഗോൺസാലോ ഗാർഷ്യ ഹെഡ് ചെയ്യുന്നത് ജസ്റ്റ് വൈഡിലൂടെ പോകുന്നുണ്ട്. സോ ചാൻസുകൾ പതുക്കെ റയൽ മാഡ്രിഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നീടാണ് ആ ഒരു പെനൽറ്റി സിറ്റുവേഷൻ വരുന്നത്. ആ ഒരു ബോൾ ശരിക്കും എയറിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുമ്പോഴേക്കും അവരുടെ ഡിഫൻഡറിൻ്റെ കയ്യിൽ അത് കൊള്ളുന്നുണ്ട്. ആൾ കൈ സ്ട്രെച്ച് ഫ്രണ്ട് വെച്ചിരിക്കുകയാണ്. സോ അത് VAR ഇല്ല ഇവിടെ. സോ അത് പെനൽറ്റി ഡയറക്റ്റ്ലി റെഫറി വിളിക്കുന്നു. ആൻഡ് അത് എംബാപ്പെ കൺവേർട്ട് ചെയ്തുകൊണ്ട് 1-0 ലീഡ് അവിടെ നോക്കാനായിട്ടാണെങ്കിൽ റയൽ മാഡ്രിഡ് ആക്കുവാണ്. ഓക്കെ, റയൽ മാഡ്രിഡിനെ ഇപ്പോൾ 2-3 സിറ്റുവേഷൻസിൻ്റെ ട്രാൻസിഷൻസിൽ അവർ ഓപ്പൺ ആക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതങ്ങോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് അവർക്ക് പറ്റിയില്ല. പക്ഷേ പിന്നീട് നമ്മൾ നോക്കാൻ റയൽ മാഡ്രിഡിൻ്റെ ഒരു ഡോമിനേഷൻ തന്നെയാണ്. നമ്മൾ മിനിഞ്ഞാന്ന് ബാർസലോണയുടെ മാച്ച് കണ്ട പോലെ തന്നെ
അവർ അത്യാവശ്യം സിറ്റ് ബാക്ക് വരുന്ന നമ്പേഴ്സ് കമ്മിറ്റി ഡിഫെൻഡ് ചെയ്യുന്ന അവർ ഗോൾ കീപ്പർ സേവുകൾ നടത്തുമായിരുന്നു. ആ ഒരു പെനൽറ്റി ഫൈനലി വിൻ ചെയ്യുന്നു, ഗോൾ കൺസീഡ് ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് മറ്റൊരു സെക്കൻഡ് ഗോൾ കുറച്ച് നേരത്തിന് ശേഷം, ഇപ്പം 41-ാം മിനിറ്റിലാണ് ഫസ്റ്റ് പെനൽറ്റി വരുന്നത്. ആൻഡ് പിന്നീട് ആഡ് ഓൺ ടൈമിൽ ഫസ്റ്റ് ഹാഫിൽ 45+ ഫസ്റ്റ് മിനിറ്റിൽ എംബാപ്പെ വൈഡിൽ നിന്ന് ബോളുമായിട്ടൊരു മൂവ് നടത്തുന്നു. അത് കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അത് പക്ഷേ അവരുടെ ഡിഫൻഡർ വന്ന് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നതിടെ അറിയാതെ പുള്ളിയുടെ കാലിൽ കൊണ്ട് അതൊരു ഓൺ ഗോളായി മാറുകയാണ്. സോ അതൊരു എംബാപ്പയുടെ മൊമെൻറ്റ് ഓഫ് മാജിക് തന്നെയാണ് ആ രണ്ടാമത്തെ ഗോൾ വന്നത്. സോ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഒക്കെ ഒരു 2-0 ഈവൻ അവർ ലോ ബ്ലോക്ക് സെറ്റ് ചെയ്തു, ഈസി അല്ല ഇതൊക്കെ ബ്രേക്ക് ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഇതൊക്കെ 2-0 ഓക്കെ. ലെറ്റ്സ് സേ സെക്കൻഡ് ഹാഫിൽ മേ ബി ഒരു 1 more ഗോൾ അടിക്കുക, ഗെയിം സീൽ ഓഫ് ചെയ്യുക, അതായിരുന്നു ഒരു ഫീൽ ഉണ്ടായിരുന്നത് ഫസ്റ്റ് ഹാഫ് എൻഡ് ചെയ്തപ്പോൾ. കാരണം അവർ ആ ഒരു 1-2 ഹാഫ് ചാൻസ് അവർ ക്രിയേറ്റ് ചെയ്തൊക്കെ അവരധികം ത്രെട്ട് ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്നാണ്. എൻട്രിക്ക് ലുക്ക് റിയലി ഗുഡ്. ഫസ്റ്റ് ഹാഫിലും ശരിക്കും ഇംപ്രസ് ചെയ്തൊരു പ്ലെയർ തന്നെയായിരുന്നു എൻട്രിക്ക്. പക്ഷേ അവർ ഗോൾ കീപ്പർ വാസ് ഓൾസോ ഗുഡ്. 2-3 അടിപൊളി സേവുകൾ ഉണ്ടായിരുന്നു അവരുടെ ഗോൾ കീപ്പറിൻ്റെ. അതായത് ഫസ്റ്റ് ഹാഫ് തന്നെ ഗെയിം സീൽ ഓഫ് ചെയ്യാൻ. ആൻഡ് സെക്കൻഡ് ഹാഫാണ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കിയ മാച്ച്. സോ സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ടിന് നിങ്ങൾക്ക് കാണാം എൻട്രിക്കിനെ പ്രസ് ചെയ്യാൻ വരുന്ന പ്ലെയറിനെ ഡ്രിബിൾ ചെയ്തിട്ട് ആളിലൊരു കിട്ടില്ല ലൈൻ ബ്രേക്കിംഗ് പാസ് ടു എംബാപ്പെ. ആൻഡ് എംബാപ്പെ 1-on-1 വേഴ്സസ് ദ കീപ്പർ. ഡെഫിനറ്റ്ലി എംബാപ്പെ സ്കോറിംഗ് ദിസ് എന്നൊരു ഫീൽ ആയിരുന്നു. പക്ഷേ എംബാപ്പെ അത് ചിപ്പ് ചെയ്യാൻ നോക്കുന്നത് വൈഡിലോട്ട് പോവുകയാണ്. ആൻഡ് വീണ്ടും നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അവിടെ ഒരു സിറ്റർ മിസ്. പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണ് റോഡ്രിഗോ പിച്ചിലോട്ട് ഇറങ്ങിയിരുന്നു. റോഡ്രിഗോനെ ഫൗൾ ചെയ്യുന്നതിന് ഒരു ഫ്രീ കിക്ക് വിൻ ചെയ്യാൻ അത് ഗൂളറാണ് എടുക്കുന്നത്. ഒരു സൂപ്പർ ഫ്രീ കിക്ക് തന്നെയായിരുന്നു അവരുടെ ഗോൾ കീപ്പറിൻ്റെ ഒരു 1-1.5 സേവ് തന്നെയായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. സോ അവിടെ വീണ്ടും റയൽ മാഡ്രിഡ് 2-0 തന്നെ നിൽക്കുന്ന ഒരു സിനാരി. ആൻഡ് പിന്നീട് അവർക്കൊരു സൂപ്പർ ചാൻസ് കിട്ടി. റയൽ മാഡ്രിഡിൻ്റെ നമ്മൾ പറയാറായിട്ടില്ല ഒരു ട്രാൻസിഷൻ ലെവലിൽ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നൊരു സിനാരി. അവിടെ ഈസിലി ബോൾ വിൻ ചെയ്യുന്നു. അവരുടെ സ്ട്രൈക്കറിലോട്ട് ബോൾ പാസ് ചെയ്യുമ്പോഴേക്കും അവർ ആ സ്ട്രൈക്കറിൻ്റെ കാലിലോട്ട് ബോൾ കിട്ടുകയാണ്. അവിടെ നിങ്ങൾക്ക് കാണാം അവരുടെ 2 പ്ലേയേഴ്സ് റൺ നടത്തുന്നത്. എസ്പെഷ്യലി അവരുടെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള റയലിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓപ്പൺ ആണ്. ഒരു പ്ലെയർ അവിടെ ഈസി റണ്ണ് നടത്തുന്നുണ്ട്. ആ പ്ലെയറിനെ സ്പോട്ട് ചെയ്ത് കറക്റ്റ് പാസ് ഇടുവാണെങ്കിൽ ഒരു സൂപ്പർ ഓപ്പൺ പോസ്റ്റ് ചാൻസ് ആണ് പുള്ളിക്ക്. പക്ഷേ അവിടുന്ന് ആ സ്ട്രൈക്കർ കുറച്ച് സെൽഫിഷായിട്ട് പുള്ളി അവിടെ നിന്ന് ഗോൾ അടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അത് ബാറിൻ്റെ മേളിലൂടെ പോവാണ്. സെൽഫിഷ് എന്ന് പറയാൻ പറ്റില്ല, പുള്ളിക്ക് നല്ലൊരു ഷോട്ട് എടുക്കാനായിട്ട് പറ്റിയൊരു അവസരം. അറ്റ്ലീസ്റ്റ് ഹി ഷുഡ് ഹാവ് ഹിറ്റ് ദ ടാർഗറ്റ് ഫ്രം ദർ. പക്ഷേ അവിടെ 4 മിസ് ചെയ്യുവാണ്. പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണ് വീണ്ടും എൻട്രിക്കിൻ്റെ പാസിംഗ് റേഞ്ച് ഓപ്പൺ ആയ ഒരു സിറ്റുവേഷൻ. എൻട്രിക്കിൻ്റെ ഒരു സൂപ്പർ പാസ് ടു ഗൂളറിലോട്ട് ഇരുന്ന് ഗൂളർ കട്ട് ബാക്ക് ചെയ്യുന്നു. ആൻഡ് ഷോട്ട് എടുക്കുന്നത് റൈറ്റ് ബാക്ക് ആയിരുന്നു പുള്ളി, അക്കാഡമി പ്രോഡക്റ്റ്. പുള്ളി ഷോട്ട് എടുക്കുന്നത് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ നേരെ ഗോൾ കീപ്പറിൻ്റെ കയ്യിലോട്ട് പോവാണ്. മേ ബി ഹി ഷുഡ് ഹാവ് കൺവേർട്ടഡ്. അത് നല്ല ചാൻസ് ആയിരുന്നു. പിന്നീടാണ് നമ്മൾ നോക്കാനായിട്ടാണ് ജൂഡ് ബെല്ലിംഗാമും അതുപോലെ തന്നെ ചൗമനിയൊക്കെ പിച്ചിലോട്ട് ഇറങ്ങുന്ന സിനാരിയോ നമ്മൾ കണ്ടു. ആൻഡ് ഗെയിം നമ്മൾ നോക്കുവാണെങ്കിൽ ലാസ്റ്റ് ഒരു 15 മിനിറ്റ്സ് ഉണ്ട്. 90+3 മിനിറ്റ്സ് ആയിരുന്നു ആഡോൺ കൊടുത്തത്. പക്ഷേ 94 മിനിറ്റിന് മേളിൽ പോയി. കുറച്ച് ആഡോൺ ടൈമിൽ ആ ഗോളൊക്കെ വന്നൊരു സിനാരിയോ 94 മിനിറ്റ് പോയി. ഒരു 76 തൊട്ട് ഒരു 94 മിനിറ്റ് വരെ ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു ഈ മാച്ച്, പറയാതിരിക്കാൻ വയ്യ. ആൻഡ് പിന്നീട് അവർക്ക് കിട്ടിയൊരു സൂപ്പർ മൂവ്, റയൽ മാഡ്രിഡിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എക്സ്പോസ് ചെയ്തുകൊണ്ടൊരു പാസ്, അവരുടെ ഫുൾ ബാക്കിൻ്റെ റൺ ആൻഡ് ക്രോസ് ബോക്സിലോട്ട് ഇടുകയാണ്. അവിടെ ആ ക്രോസ് ബോക്സിലോട്ട് വരുമ്പോഴേക്കും നിങ്ങൾക്കാണ് അവരുടെ സ്ട്രൈക്കർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. പുള്ളിനെ അത് മിസ് ചെയ്യുന്നു. പക്ഷേ ഫാർ പോസ്റ്റിലോട്ട് ബോൾ ചെല്ലുന്നു. അവിടെ ആ 6 yard ബോക്സിലോട്ടുള്ള ആ ഒരു ക്രോസ് ഒരു ഡേഞ്ചറസ് ക്രോസ് തന്നെയായിരുന്നു. അവിടെ ബാക്കിലൂടെ വന്ന ആ പ്ലെയർ അത് അടിച്ച് കയറ്റുകയും 1-2-1 എന്നുള്ളൊരു സിറ്റുവേഷൻ ആക്കുകയാണ് റയൽ മാഡ്രിഡിന് അഗെയിൻസ്റ്റ്. ഓക്കെ, ഗെയിം ഓൺ എന്നുള്ളൊരു ഫീല് അവിടെ നിന്നാണ്. പിന്നീട് അവരുടെ ഗോൾ കീപ്പർ ഹു വാസ് സോ ഗുഡ് ത്രൂ ഔട്ട് ദ മാച്ച് ആ ഒരു മിസ്റ്റേക്ക് വരുന്നത്. എംബാപ്പയുടെ കാലിലോട്ട് ബോൾ കിട്ടുന്നു. അത് ഔട്ട് സൈഡ് ദ ബോക്സ് ആളൊരു ഷോട്ട് എടുക്കുകയാണ്. അത് നേരെ ഗോൾ കീപ്പറിൻ്റെ കയ്യിലോട്ടാണ് പോയത്. പക്ഷേ അത് ജസ്റ്റ് ഇൻ ഫ്രണ്ട് ബൗൺസ് ചെയ്യുന്നു. അത് ഗോളായി കൺവേർട്ട് ചെയ്യുകയാണ്. അതൊരു ഗോൾ കീപ്പർ മിസ്റ്റേക്ക് തന്നെയായിരുന്നു. പുള്ളി ത്രൂ ഔട്ട് ദ മാച്ച് ദ ഗോൾ കീപ്പർ വാസ് സോ ഗുഡ്. പക്ഷേ ആ ഒരു മൊമെൻറ്റിൽ മാത്രം ആൾക്ക് കയ്യിൽ നിന്ന് പോയി. അവിടെ 3-1 ആക്കുന്നു. ഓക്കെ, റയൽ മാഡ്രിഡ് 3-1 ഇനിയും ഗെയിം സീൽ ഓഫ് ചെയ്യാൻ കംഫർട്ടബിൾ ആയി, അങ്ങനെയൊക്കെ ഒരു സിനാരിയോ. പക്ഷേ ഇല്ല, ഗെയിം ഇൻട്രസ്റ്റിംഗ് ആക്കിയില്ല, രസമില്ല. ഗെയിം ഇൻട്രസ്റ്റിംഗ് ആക്കണം. ആൻഡ് ബെല്ലിംഗാമിൻ്റെ ഭാഗത്തുനിന്ന് വന്നൊരു മിസ്റ്റേക്ക് ആയിരുന്നു അടുത്തത്. ബെല്ലിംഗാം കാലിൽ കിട്ടുന്നു. ആൾ ബാക്കിൽ നിന്ന് ബോളുമായിട്ട് പ്രസ് ബീറ്റ് ചെയ്ത് ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ ആൾക്ക് അത് ബീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അവരുടെ പ്ലെയർ അത് പ്രസ് ചെയ്ത് ബോൾ വിൻ ചെയ്യുന്നു. ബെല്ലിംഗമിനെ ബീറ്റ് ചെയ്യുന്നു. ബെല്ലിംഗമിനെ വലിച്ച് താഴെ ഇടുന്നു. സോ വലിച്ച് താഴെ ഇടുമല്ല, ഓൾമോസ്റ്റ് ഒരു ഫിസിക്കൽ കോൺഫ്രണ്ടേഷൻ പോലെ ആൾ പിടിച്ചിടുകയാണ്. ബെല്ലിംഗമിന് യെല്ലോ കാർഡ് കിട്ടുന്നു. അവിടെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഒരു സുവർണ ചാൻസ് ഇവർക്ക് കിട്ടുകയാണ് ഒരു ഫ്രീ കിക്കിലൂടെ. ആൻഡ് ഫ്രീ കിക്ക് എടുക്കുന്ന പ്ലെയർ നേരെ ബാറിലോട്ട് അടിക്കുകയാണ്. ഒരു നല്ല ഫ്രീ കിക്ക് ആയിരുന്നു. പക്ഷേ ബാറിലടിച്ച് നേരെ ഒപ്പോണൻ്റെ കാലിലോട്ട് തന്നെയാണ് വരുന്നത്. ഒരു സിമ്പിൾ ഈസി ടാപ്പ് ഇൻ ഫിനിഷ് ഫോർ ദ പ്ലെയർ. 2-3 ആക്കുകയാണ്. ഗെയിം ഇൻട്രസ്റ്റിംഗ് ആവുന്നു മാൻ. പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണ് റയൽ മാഡ്രിഡ് ഹാസ് ടു ഡിഫെൻഡ് ബെറ്റർ. ലാസ്റ്റ് മൊമെൻറ്റിൽ വീണ്ടും നമുക്കാണ് റയലിൻ്റെ ആ റൈറ്റ് ഹാൻഡ് സൈഡ് അവരുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലൂടെ 2 പ്ലേയേഴ്സ് തമ്മിൽ കമ്പൈൻ ചെയ്യുന്നു. അവിടെ നിങ്ങൾക്കിപ്പം കാണാം ഒരു 2 പ്ലേയേഴ്സ് അവിടെ ഫ്രീ ആണ് ബോക്സിൽ. ഓക്കെ, മാർക്കിംഗ് വാസ് സോ ബാഡ്. ഈ ഒരു കേസിൽ വളരെ മോശമായിട്ടുള്ളൊരു മാർക്കിംഗ് ആണ്.
അവിടെ 2 vs 1 സിനാരിയോ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഈസി അല്ല അങ്ങോട്ടേക്ക് ഒരു പാസ് കൊടുക്കാം, പക്ഷേ അവിടെ നിങ്ങൾക്ക് കാണാം ഈസിലി they should defend better അല്ലേ. അവിടെ ചൗമിനി ഷുഡിൻ ബി ഡിഫെൻഡിങ് ദോസ് 2 players അറ്റ് ദ സെയിം ടൈം. ആൻഡ് അവിടെ ആ ക്രോസ് ബോക്സിലോട്ട് ആ ഒരു പ്ലെയർ ഇടുമ്പോഴേക്കും നേരെ അവരുടെ പ്ലെയറിൻ്റെ ഹെഡിലോട്ടാണ് വരുന്നത്. ഈസിലി ആളത് വിൻ ചെയ്യുകയാണ്. പക്ഷേ ലുനിൻ്റെ ഒരു വേൾഡ് ക്ലാസ് സേവ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ വരികയാണ്. ലാസ്റ്റ് മൊമെൻറ്റ് ലുനിൻ റയൽ മാഡ്രിഡിനെ ഗെയിമിൽ കീപ്പ് ചെയ്യുകയാണ്. അവിടെ ആ ഒരു ഹെഡർ മൊമെൻറ്റ് അവർ കൺവേർട്ട് ചെയ്യാൻ റിയലി ഇറ്റ്സ് എ പുവർ പീസ് ഓഫ് ഡിഫെൻഡിങ് പറയാതിരിക്കാൻ പറ്റും. ഒന്നാമത്തെ കാര്യം ആ വൈഡിൽ നിന്ന് ആ 2 പ്ലേയേഴ്സിന് അത്രയും ടൈം കൊടുക്കുക ക്രോസ് ഇടാനായിട്ട്. രണ്ടാമത്തെ കാര്യം ആ ബോക്സിലോട്ട് ക്രോസ് വരുമ്പോഴേക്കും 2 vs 1 സിനാരിയോ അവിടെ ആ ബോക്സിൽ അവർ ക്രിയേറ്റ് ചെയ്ത് ആ ക്രോസ് വരുമ്പോഴേക്കും ആ മൂവ്മെൻറ്റിലൂടെ. സോ റയൽ മാഡ്രിഡ് ലീഡ് പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ദാറ്റ്സ് എ റിയലി പുവർ പീസ് ഓഫ് ഡിഫെൻഡിങ് പറയാതിരിക്കാൻ വയ്യ. പക്ഷേ അവിടെ ലുനിൻ ഗെയിമിൽ കീപ്പ് ചെയ്യാൻ അവിടെ 3-3 ആക്കുവാനും ഹൂനോ ഷൂട്ട് ഔട്ടിലോട്ട് പോയി കളിയുടെ ഗതി എന്താവും അറിയത്തില്ലായിരുന്നു. ബട്ട് അവസാനം നല്ലൊരു പെർഫോമൻസ് തന്നെ തലവേര ഡില ക്രൂണ കൊടുത്തു എന്ന് തന്നെ പറയാതിരിക്കാൻ വയ്യ. സൂപ്പർ മാച്ചായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് കിട്ടില്ല മാച്ചായിരുന്നു. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ കിട്ടില്ല മാച്ചായിരുന്നു. സോ റയൽ മാഡ്രിഡ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അടുത്ത റൗണ്ടിലോട്ട് കിടക്കുവാണ്. ബാർസയും റയലും ഒന്ന് ഉയർത്തു, റയൽ കുറച്ചുകൂടെ കൂടുതൽ ഉയർത്തു പറയാതിരിക്കാൻ വയ്യ. സോ ഫൈനലി നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ബാർസലോണ അടുത്ത റൗണ്ടിലോട്ട് കിടന്നു, റയൽ മാഡ്രിഡ് അടുത്ത റൗണ്ടിലോട്ട് കിടന്നു. അതുപോലെ തന്നെയാണ് സിറ്റി മാച്ചിലോട്ട് വരുമ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയും ബ്രെൻറ്റ്ഫോർഡിനെ ഹോമിൽ 2-0 തോപ്പിച്ചുകൊണ്ട് ക്വാർട്ടർ ഫൈനലിൽ ജയിച്ചിട്ടുണ്ട്, അടുത്ത റൗണ്ടിലോട്ട് കിടന്നിട്ടുണ്ട്. സോ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി ചെർക്കിയും സബീനോയാണ് ഗോളുകൾ നേടിയത്. 2 കിടിലൻ ഗോളാണ്. നിങ്ങൾ ഈ മാച്ചിൽ സിറ്റി ഇറക്കിയ ലൈനപ്പ് നിങ്ങൾക്ക് കാണാം. അത്യാവശ്യം യങ്സ്റ്റേഴ്സിനെയൊക്കെ ഇറക്കി. ചെർക്കി സ്റ്റാർട്ടഡ്, അതുപോലെ നിക്കോ റെയ്ലി സ്റ്റാർട്ടഡ്, നിക്കോ ഗോൺസാലസ് സ്റ്റാർട്ടഡ്. നിക്കോ ഗോൺസാലസ് ഒക്കെ ഓൾമോസ്റ്റ് 70 മിനിറ്റ്സോളം കളിച്ചു. ആൻഡ് എടുത്ത് പറയേണ്ട കാര്യം സ്റ്റാറ്റ്സ് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ബ്രെൻറ്റ്ഫോർഡ് 0.10 സിറ്റിക്ക് 0.66. സോ 2 ലോ XG ക്രിയേറ്റഡ് ചാൻസസ് ആണ് സിറ്റി കൺവേർട്ട് ചെയ്തത്. 2 വേൾഡ് ക്ലാസ് ഗോളുകൾ, എസ്പെഷ്യലി ഫസ്റ്റ് വൺ. രണ്ടാമത്തെ ചെറിയൊരു ലക്കും ഉണ്ടായിരുന്നു. ആൻഡ് എടുത്ത് പറയേണ്ട കാര്യം ചെർക്കിയുടെ ആ ഗോൾ തന്നെയാണ്. ഒരു കോർണർ കിക്ക് വരുന്നത്, ഗോൾ കീപ്പർ സേവ് ചെയ്യുന്നത് നേരെ, അതായത് പഞ്ച് ചെയ്ത് വരുന്നതാണ് ഗോൾ കീപ്പർ. അത് നേരെ ചെർക്കിയുടെ കാലിലോട്ട് വരുന്നു. ചെർക്കി പ്രസ് ചെയ്യാൻ വരുന്ന പ്ലെയറിനെ ബീറ്റ് ചെയ്യുന്നു. ആൻഡ് സൂപ്പർ ഷോട്ട് ഔട്ട് സൈഡ് ദ ബോക്സ്. ഗോൾ കീപ്പറിനെ ബീറ്റ് ചെയ്തുകൊണ്ട് 1-0 ആക്കുവാണ്. ചെർക്കിയുടെ മാരക ഫോൺ കണ്ടിന്യൂ ചെയ്യാണ്. ആൻഡ് സെക്കൻഡ് ഹാഫ് ബ്രെൻറ്റ്ഫോർഡ് അധികം ത്രെട്ട് ക്രിയേറ്റ് ചെയ്യുന്നില്ല. പിന്നീട് സെക്കൻഡ് ഹാഫിൽ ഓക്കെ കുറച്ച് ഓപ്പൺ ആവണം എന്നുള്ളൊരു സിനാരിയോ ഒരു ബ്രെൻറ്റ്ഫോർഡ് പുഷ് ചെയ്യാനായിട്ട് തുടങ്ങി ആ ഒരു ഗോളിന് വേണ്ടി. പക്ഷേ അതാണ് ക്യാപിറ്റലൈസ് ചെയ്തുകൊണ്ട് ആ സെക്കൻഡ് ഗോളും വരുന്നത് സവീനോയുടെ കാലിലോട്ട്. ആ ഒരു ട്രാൻസിഷനിൽ ഫോറിനാന്ന് തോന്നുന്നു സവീനോനെ ഫൈൻഡ് ചെയ്യുന്നു. അവിടുന്ന് സവീനോ ബോക്സിലോട്ട് കിടക്കുവാണ് ആ വൈഡ് ഏരിയയിൽ നിന്നും. ആൻഡ് ആൾ അവിടുന്ന് ഒരു ഷോട്ട് എടുക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അത് അവരുടെ ഡിഫൻഡർ ബ്ലോക്ക് ചെയ്യാൻ വരുന്ന ആ ഡിഫൻഡറിൻ്റെ കാലിൽ കൊണ്ട് ഓൾമോസ്റ്റ് ചിപ്പ് പോലെ ഗോൾ കീപ്പറിനെ മേൾ വഴി കയറി. നമ്മൾ നോക്കാനായിട്ടാണ് 2-0 ആക്കുവാണ്. കംഫർട്ടബിൾ അറ്റ് ദ എൻഡ് എന്ന് പറയാം. കാര്യമായിട്ട് സിറ്റീനെ ത്രെട്ട് ചെയ്തില്ല ബ്രെൻറ്റ്ഫോർഡ്. സോ 0.10 ആണ് അവർ ക്രിയേറ്റ് ചെയ്ത XG. ആൻഡ് സിറ്റിയും സ്കോർ ചെയ്ത 2 ലോ XG ക്രിയേറ്റഡ് ചാൻസസിലൂടെയാണ് സിറ്റിയും സ്കോർ ചെയ്തത്. സോ സിറ്റി കംഫർട്ടബിളി അറ്റ് ദ എൻഡ് ഒരു 2-0 വിക്ടറി ആയിട്ട് അടുത്ത റൗണ്ടിലോട്ട് കിടന്നിട്ടുണ്ട്. അതുപോലെ ന്യൂക്കാസിലും 2-1 വിക്ടറി ആയിട്ട് ഫുള്ളാമിനെ തോപ്പിച്ചുകൊണ്ട് ന്യൂക്കാസിലും അടുത്ത റൗണ്ടിലോട്ട് കിടന്നിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. എന്താണ് നിങ്ങൾക്ക് ഓവറോൾ ഈ മാച്ചുകളെ കുറിച്ച് പറയാനായിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും.